ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, അതുപോലെ പ്ലഗ്, എല്ലാ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇത് ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പ്ലഗ് നല്ല പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു പെട്രോൾ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ലോ ജെറ്റാണത്. അത് ഫുള്ളായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. ഈ ഒരു സ്ലോ ജെറ്റ് മാറണം. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. അതുപോലെ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ പെട്രോൾ ലീക്കൊന്നും ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല. വേറെ എവിടെയൊന്നും കാണിച്ചൊന്നുമില്ല. എന്നാലും നമ്മൾ ആ കാർബറേറ്ററൊക്കെ ഒന്ന് അയച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോകണ്ട. ക്ലീനറൊക്കെ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബുഷുകളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടയർ ഒരു വൺ സൈഡ് കുറച്ച് തേയ്മാനം കൂടി വരുന്നുണ്ട്. സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് ഒരു തേയ്മാനം ഉള്ളതാണ്. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ പുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ആക്കി നോക്കാം. പിന്നൊക്കെ എയർ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാലൊക്കെയാണ് ഈ കംപ്ലയിൻറ്റ്. അതിൻ്റെ ഷോക്കപ്പിനൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് തേയ്മാനം കൂടുതലായിട്ട് കാണിക്കുക. അപ്പോൾ നിലവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ പുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി നിലവിലിരിക്കുന്നത് 2023 ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.77 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റ് മോഡിലേക്ക് വന്നുമ്പോൾ ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി റീസെറ്റ് ആക്കുന്നില്ല കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.